പറയാൻ പാടില്ല. ഒരു സ്ത്രീയുടെ ശരീരമോ മുഖമോ ഒന്നുമല്ല ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത്. അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഐഡിയോളജി അവരുയർത്തുന്ന എന്താണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഉയർത്തുന്ന. ഞങ്ങളിപ്പം ഇടതുപക്ഷം എന്താ മുന്നോട്ട് വെക്കുന്നത്? വികസനവും ക്ഷേമവുമാണ് കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കിയത്. ഇനി പ്രകടന പത്രികയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാടിനെ ഞങ്ങൾ എങ്ങനെയായിരിക്കും 2031 ഷേപ്പ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാവാം ഇത്രയും മോശമായിട്ട്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ആ വാക്കുകൾ കേട്ടപ്പം. കാരണം എങ്ങനെയാണ് അങ്ങനെ വീട്ടിൽ സ്ത്രീകളൊക്കെ ഉള്ളവരെങ്ങനെയാണ് ഇങ്ങനെ ഒരാൾ വന്ന് അവരുടെ ശരീരത്തെക്കുറിച്ചും അവരുടെ വാക്ചാതുര്യം കൊണ്ടാണ് എന്നുമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല എന്ന തരത്തിൽ വളരെ മോശമായി തൻ്റെ ശരീരത്തെ ബോഡി ഷെയ്മിങ്ങും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും വളരെ മോശപ്പെട്ട രൂപത്തിലാക്കിയിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഇവരെ നയിക്കുന്നവരെല്ലാം അവിടെയുണ്ട്. നേരത്തെ മണ്ഡലം സെക്രട്ടറി പറഞ്ഞതുപോലെ ഇവരെ നയിക്കുന്ന എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. ഈ നേതാക്കന്മാരെല്ലാം ഇത് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അതാണ് വീണ്ടും എന്നെ ഞെട്ടിച്ചത്. എനിക്കെതിരെ എന്നല്ല, കേരളത്തിലെ ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ടുള്ള ഒരു സ്ത്രീകൾക്കെതിരെ, ആർക്കെതിരെയും ഞങ്ങളാരും എതിർ സ്ഥാനാർത്ഥിയുടെ പേരോ എതിർ സ്ഥാനാർത്ഥിയോ ഒന്നും ഞങ്ങളാരും പറയാറേ ഇല്ല. ഞങ്ങൾ പറയുന്നത് നമ്മുടെ പാർട്ടിയുടെ മാത്രമല്ല, ഇവിടെ മത്സരിക്കുന്നത് ഒരു വ്യക്തിയല്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐഡിയോളജിയും വഹിച്ചുകൊണ്ടൊരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അവരെ ഒരു പെണ്ണായി, ഒരു സ്ത്രീയായി, അല്ല വെറും ഒരു സ്ത്രീ എന്ന രൂപത്തിൽ എന്താണ് ഇവരുടെയൊക്കെ രാഷ്ട്രീയത്തിലെ സ്ത്രീകളോടുള്ള സമീപനം എന്നൊക്കെ അതിൽ വളരെ വ്യക്തമാണ്. അത് കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. DCC പ്രസിഡന്റ് അടക്കം അത് കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെല്ലാവരും ഷോക്ക്ഡാണ്. എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇതാണ് ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വരുന്നതെങ്കിൽ സാധാരണ ഒരു സ്ത്രീകളോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളതാണ്. ഇടതുപക്ഷം ഒരുപാട് സ്ത്രീകളെ രംഗത്ത് നിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ തവണ തന്നെ പ്രഗത്ഭരായിട്ടുള്ള 3 മന്ത്രിമാരാണ് ഒരു മന്ത്രിസഭയിലുണ്ടായിരുന്നു. 3 മന്ത്രിമാർ വനിതകളായിരുന്നു. അതൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ രീതികൾ. പരമാവധി സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ പരാമർശവും അതിനേക്കാൾ ഉപരിയായിട്ട് അത് കേട്ടുകൊണ്ടിരുന്ന നേതാക്കന്മാരുടെ മനോഭാവവും ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. വലിയ വേദനയാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. ഒരു സ്ത്രീക്കും ഇത്തരത്തിൽ അവർ പൊതുപ്രവർത്തന രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങൾ വളരെ പ്രതീക്ഷയോടാണ് ഓരോരുത്തരെയും ഈ പൊതുസമൂഹത്തിന് സംഭാവന ചെയ്യുന്നത്, സ്ത്രീകളെയൊക്കെ. അവിടെ അവരെ അങ്ങേയറ്റം നീചമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ലാസ്റ്റ് പറയുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല എന്ന തരത്തിലേക്ക് കൂടി കടുത്ത രീതിയിലാണ് വ്യക്തിഹത്യ നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമാണ് ഒരു തരത്തിലും ഒരാളെയും വ്യക്തിപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പൊന്നുമല്ല ഇത് വലിയ സംഘടിത ശക്തിയാണ് ഇവിടെ ഇടതുപക്ഷം എന്ന് പറയുന്നത്. വലിയ ജനങ്ങൾ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് ഇടതുപക്ഷത്തിൽ. അപ്പോൾ ആ ഇടതുപക്ഷത്തിലെ സ്ഥാനാർത്ഥി വഴി ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനും ഇപ്പോൾ സ്ത്രീകളെ മൊത്തമാണ് കേട്ടോ, ഇതിൽ എന്നെ മാത്രമൊന്നുമല്ല, സ്ത്രീകളെ മൊത്തമാണ് UDFൻ്റെ കൺവീനർ അപമാനിച്ചിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകുകയും നിയമപരമായ നടപടിക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ഈ കാര്യത്തിൽ ഞങ്ങൾ നിലപാട് ചെയ്യും. കാര്യം ഇത് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള കാര്യമാണ്. ഇത് സഹിക്കാനും പൊറുക്കാനും കഴിയാത്ത രൂപത്തിലുള്ള അങ്ങേയറ്റം അപമാനകരമായൊരു പ്രവൃത്തിയാണ് UDFൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതിനോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ നിയമത്തിൻ്റെ മുന്നിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്ന രൂപത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കും.